ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ്. എന്നാൽ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പം ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പുഴുവൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി നന്നായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് ബാക്കി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് ചൂടുവെള്ളം നമ്മൾ എടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കണം. ഈ മഞ്ഞപ്പൊടിയിലും ചൂടുവെള്ളത്തിലും നന്നായിട്ട് കിടക്കണം. അപ്പോൾ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപൊക്കോളും. അപ്പോൾ ഞാൻ 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം വീണ്ടും 2-3 തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് സവോള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവോള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒരു 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ടി കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വഴന്നു വരും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടണം. ആദ്യമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടാൽ ചിലപ്പോൾ അത് ചട്ടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് ആദ്യമേ സവോള ഇട്ട് കുറച്ച് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചട്ടിയിൽ പിടിച്ച് പോകത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് വഴന്ന് വരണം. സവോള നന്നായിട്ട് വഴന്നില്ലെങ്കിൽ അത് ഇച്ചിരി കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അധികം എരിവിൻ്റെ ആളാണ്, അതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതാണ്. അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തക്കാളിയും വെന്ത് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എൻ്റെ കുറച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളി വാടി വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. കണ്ടോ, നന്നായിട്ട് ചൂടായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ നന്നായിട്ടിനി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് മഞ്ഞ കളർ വന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി കോളിഫ്ലവർ, അതായത് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം. ഞാൻ ഇച്ചിരി ഗ്രേവി വരുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമല്ല, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ചാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ഞാൻ മൂടിയൊക്കെ വെച്ചു. ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു പോയല്ലോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും എല്ലാം എൻ്റെ വിശേഷങ്ങളും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണേ. അങ്ങനെ കറി ഏകദേശം നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക്
ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. ആ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണോ അതനുസരിച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എരിവ് കുറച്ച് മതിയല്ലോ, അപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതേ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ക്യാപ്സിക്കം ചേർക്കാത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ കറി നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? നമ്മുടെ ഇറച്ചിക്കറി മാറി നിൽക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.